നമസ്കാരം, മങ്കി ഫേസ് ആണ്. ഇന്ന് കുറേ നാളുകൾക്ക് കൂടി ഒന്നുകൂടി ആ സംഭവത്തെക്കുറിച്ച് ആലോചിച്ചു. കാരണം ഇനി 300-ൽ പരം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്ത ലോകകപ്പിന്. എന്താല്ലേ 2022 ഒരു കാവ്യനീതി പോലെ അർജന്റീനയും മെസ്സിയൊക്കെ കപ്പടിച്ചത് ഇതിപ്പോൾ കഴിഞ്ഞ പോലെ തോന്നുന്നത്. അതിൻ്റെ ഒരു ആഘോഷിച്ച് മതിയായില്ല അതൊന്നും. ആഘോഷങ്ങളുടെ ഒപ്പം തന്നെയാണ് കരച്ചിലുകളും സോഷ്യൽ മീഡിയയിലെ. അപ്പോൾ അതൊക്കെ സൈഡിലേക്ക് വെച്ചുകൊണ്ട് നമുക്ക് പുതിയ ലോകകപ്പിനെ കുറിച്ച് ഇപ്പോഴേ ഒന്ന് ചർച്ച ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കാം. എന്താല്ലേ നമ്മൾ കഴിഞ്ഞ ലോകകപ്പ്, അതിന് മുമ്പത്തെ ലോകകപ്പ്, ഈ 2 ലോകകപ്പുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. കാരണം 2 ലോകകപ്പിലും നമ്മൾ വിചാരിച്ചത് ആ ഒരു വേൾഡ് കപ്പോടുകൂടി മെസ്സിയും ക്രിസ്ത്യാനോയൊക്കെ വിരമിക്കുമെന്നാണ്. ഒരാൾക്കത് 41 ആവാൻ പോകുന്നു, ഒരാൾക്ക് 38. ഈ വരാൻ പോകുന്ന ലോകകപ്പും നമ്മൾ ഇവരുടെ രണ്ടുപേരുടെ പേരിൽ തന്നെ ആഘോഷിക്കപ്പെടും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വസ്തുത. എന്ത് മനുഷ്യന്മാരാണ് സത്യത്തിൽ, ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം മുഴുവൻ ലോകം എംബാപ്പയിലൂടെയും യമാലിലൂടെയും മുസിയാലയിലൂടെയും ഒക്കെ ഫുട്ബോൾ കണ്ടു തുടങ്ങി. എന്നാൽ പോലും വരാനിരിക്കുന്ന ലോകകപ്പ്, 2026 ലോകകപ്പ്, അമേരിക്കൻ ലോകകപ്പ് ക്രിസ്ത്യാനോയുടെയും മെസ്സിയുടെയും പേരിൽ തന്നെ അറിയപ്പെടുള്ളൂ. അവർ ജയിക്കുമോ, അത് ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്താവുമോ, നോക്കൗട്ടിൽ പുറത്താവുമോ, അതൊക്കെ വേറെ വിഷയം. അതാണ് ആ 2 പേരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലെഗസി എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് ഫുട്ബോളും. കാരണം എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ബാക്കിയുള്ളൊരു ഇപ്പോൾ ടി വിയിൽ വഴി ആയിക്കോട്ടെ, ഫുട്ബോൾ ആസ്വദിച്ച് തുടങ്ങിയ ഒരു കാലം മുതലുള്ള എല്ലാ റൈവൽറികളും, എല്ലാ മികച്ച താരങ്ങളെ എടുത്താൽ പോലും ക്രിസ്ത്യാനോ മെസ്സി റൈവൽറി അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം, ആ ഒരു സുവർണ്ണ കാലഘട്ടം 2008 മുതൽ 2022, 23 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഫുട്ബോൾ വേൾഡിൽ മുമ്പുണ്ടായിട്ടുമില്ല, ഇനി ഒട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ലോകകപ്പിൽ ആർക്കൊക്കെയാണ് സാധ്യത എന്നുള്ളതാണ്. ഞാൻ പേഴ്സണലി ഒരു അർജന്റീന ഫാൻ ആയതുകൊണ്ട് അർജന്റീനയുടെ സാധ്യതകളെ കുറിച്ച് ആദ്യം പറയാം. ഒരിക്കലും 2022 ലോകകപ്പിൽ വന്ന പോലെയല്ല അർജന്റീന വരാനിരിക്കുന്ന ലോകകപ്പിലേക്ക് വരുന്നത്. കാരണം ഈ ലോകകപ്പിൽ അത് എത്രമാത്രം ആൾക്കാർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നറിയില്ല. ലോകകപ്പുകളിൽ പ്രധാനപ്പെട്ട കുറച്ച് ഫാക്ടറുകളുണ്ട്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമാറ്റിക് ഡെസ്റ്റിനി. കാരണം സ്പോർട്സ് ലോകത്തിന് എന്ത് പകരുന്നു എന്നുള്ളത് ഒരു വേറെ വിഷയമാണ്, എൻറ്റയർലി ഡിഫറെൻറ്റ് വിഷയമാണ്. അതിൽ കോൺസ്പിറസിയൊക്കെ കലർന്നൊരു വിഷയമാണ്. പക്ഷേ ആ വിഷയം എടുക്കാതെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നു. സ്പോർട്സ് കൊടുക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ട്. അതിനെപ്പോഴും എസ്പെഷ്യലി ഫുട്ബോളാണ് ലോകത്തിൽ എമ്പാടും എടുത്ത ഏറ്റവും ഫേമസ് ആയ പോപ്പുലറായ കായിക ഇനം. അപ്പം അത് കൊടുക്കുന്നൊരു ഒരു അഡ്രിനലിൻ റഷ് ഉണ്ട്, ഒരു എൻ്റർടൈൻമെൻറ്റ് പീക്ക് വാല്യൂ ഉണ്ട്. അത് ഓരോ 4 കൊല്ലം കഴിയുമ്പോഴും ഫുട്ബോൾ വേൾഡ് കപ്പിലൂടെയാണ് ഏറ്റവും പീക്കസ്റ്റ് ഒരു പോയിന്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓരോ ലോകകപ്പിനും ഒരു സിനിമാറ്റിക് ഡെസ്റ്റിനി, അതിനുവേണ്ടി ഒരു താരം അല്ലെങ്കിൽ ഒരു കൂട്ടം താരങ്ങൾ അല്ലെങ്കിൽ ഒരു ടീം, ഒന്നിലധികം ടീമുകൾ, ഇങ്ങനൊരു പ്രൊസീജിയർ നടന്നു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ 2022 ലോകകപ്പ് മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പാണ്. മറഡോണയുടെ വിടവാങ്ങലിന് ശേഷം വരുന്നൊരു ലോകകപ്പ്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിലൂടെ അർജന്റീനയായിരുന്നു ആ ഒരു സിനിമാറ്റിക് ഡെസ്റ്റിനി വാങ്ങിച്ചെടുക്കാൻ അല്ലെങ്കിൽ ലോകകപ്പ് നേടാൻ പ്രാപ്തമായിരിക്കുന്ന ഒരു ടീം. അത് നടന്നു. അതിൻ്റെ ഒരു കാവ്യനീതിയായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. കാരണം മെസ്സി തൻ്റെ അവസാനത്തെ ലോകകപ്പ് ഏറ്റവും ബെസ്റ്റ് പ്ലെയറായി. ഓഫ് കോഴ്സ് മെസ്സിയുള്ള ഒരു ടീമിന് മെസ്സി തന്നെയായിരിക്കും ബെസ്റ്റ് പ്ലെയർ. അത് 35-ാം വയസ്സിലും അദ്ദേഹം തെളിയിച്ചു എന്നുള്ളത് മാത്രമാണ് വലിയൊരു അത്ഭുതമായിട്ട് അയാളുടെ ഫാൻസിനും ലോക ഫുട്ബോളിലെ മിക്ക ഏതൊരു ടീമിൻ്റെയും ആരാധകനായിക്കോട്ടെ അത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നാൻ വഴിയില്ല. അപ്പോൾ ബെസ്റ്റ് പ്ലെയറായിട്ട് മെസ്സി ആ ലോകകപ്പ് നേടുന്നു. അർജന്റീനയിലെ ഒരു ടീം മൊത്തം മെസ്സിക്ക് വേണ്ടി കളിക്കുന്നു, ഓടുന്നു. വല്ലാത്തൊരു ലോകകപ്പായിരുന്നു അത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ലോകകപ്പ്, ഇൻഡിവിജ്വൽ ലോകകപ്പ് ക്യാമ്പയിനും മുമ്പ് എനിക്ക് തോന്നുന്നു 2006 സിനദിൻ സിദാൻ മാത്രമാണ് അത്തരത്തിൽ ഒരു വൺ മാൻ ഷോ, അതായത് അയാളെ കേന്ദ്രീകരിച്ച് ബാക്കിയുള്ളവർ വട്ടമിട്ട് കളിക്കുന്ന, അയാൾക്ക് വേണ്ടി ഓടുന്ന അങ്ങനത്തെ ഒരു ടീം സംവിധാനവും ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് കണ്ടിട്ടുള്ളൂ. 2002 റൊണാൾഡോ, R9, 98 സിദാൻ, എല്ലാ ലോകകപ്പിലും പ്രധാനപ്പെട്ട പ്ലെയേഴ്സുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇൻഡിവിജ്വൽ ക്യാമ്പയിൻ 2022 മെസ്സിയെ കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ഇൻഡിവിജ്വൽ ക്യാമ്പയിൻ എനിക്കൊന്ന് ഈ ഡിക്കേഡിൽ എന്തായാലും ഇല്ല. അപ്പോൾ അത് മാറ്റി നിർത്തിയാൽ തന്നെ 2022 അത്തരത്തിലൊരു സിനിമാറ്റിക് ഡെസ്റ്റിനി അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നു. ഡിയേഗോ മറഡോണയുടെ വിടവാങ്ങലിന് ശേഷം ലയണൽ മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പ്, ഫൈനലിസിമ, കോപ്പ അമേരിക്ക, ഇത് രണ്ടും നേടി വരുന്നൊരു ലോകകപ്പ്, 36 ഗെയിംസിൻ്റെ അൺബീറ്റൻ റൺ. അപ്പോൾ സിനിമാറ്റിക് ഡെസ്റ്റിനിയോടൊപ്പം തന്നെ, സിനിമാറ്റിക് ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ അതായത് കാവ്യനീതി നടപ്പാകുക, അല്ലെങ്കിൽ ഇവരാണ് ഇത്തവണത്തെ, ഈ ഒരു താരമാണ് ഇത്തവണത്തെ ലോകകപ്പ് നേടാനായിട്ട് സാധ്യത, അത് നടന്നു കഴിഞ്ഞാൽ ഒരു സിനിമാറ്റിക് ക്ലൈമാക്സ് പോലെ തോന്നും. മനസ്സിലായില്ല, അങ്ങനത്തെ ഒരു പരിപാടിയാണത്.
അപ്പൊ അത്തരത്തിലുള്ള ഒരു ടീം, സിനിമാറ്റിക് ഡെസ്റ്റിനി അർഹിച്ചിരുന്ന ഒരു ടീം 2022 അർജന്റീനയായിരുന്നു. അതോടൊപ്പം തന്നെ 36 ഗെയിമിന്റെ അൺബീറ്റൺ റണ്ണായിരുന്നു. അതായത് സിനിമാറ്റിക് ഡെസ്റ്റിനിയോടൊപ്പം തന്നെ 2026 ലോകകപ്പിലേക്ക് അർജന്റീന വരുന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമായിട്ടാണ്. കറന്റ് ഫോം, അതാണ് രണ്ടാമത്തെ ഫാക്ടർ. ഈ കറന്റ് ഫോം എന്നുള്ള ഫാക്ടറും അർജന്റീനയ്ക്ക് അനുകൂലമായിരുന്നു. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്ക്വാഡ് ഡെപ്ത് ആണ്. ഈ 3 ഫാക്ടറുകളാണ് സത്യത്തിൽ ഒരു ടീം എത്രത്തോളം സാധ്യത ഒരു ലോകകപ്പിൽ കൽപ്പിക്കുന്നു എന്ന് പറയാൻ എന്നെ സംബന്ധിച്ച് പറ്റുക. ഒന്നാമത് സിനിമാറ്റിക് ഡെസ്റ്റിനി, രണ്ടാമത് കറന്റ് ഫോം, മൂന്നാമത് സ്ക്വാഡ് ഡെപ്ത്. അപ്പോൾ ഈ സ്ക്വാഡ് ഡെപ്തിന്റെ കേസ് എടുത്താൽ ഒരിക്കലും ഈ ഒരൊറ്റ ഫാക്ടർ മാത്രമാണ് അർജന്റീനയ്ക്ക് 2022 ലോകകപ്പിൽ ഇത്തിരി കുറവായിരുന്നത്. കാരണം ലോസ് എൽസോയുടെ ഭാവത്തിൽ എൻസോ ഫെർണാണ്ടസും മെക്കലിസ്റ്ററും കയറി വരുന്നു. പുതിയ താരങ്ങളാണ് അർജന്റീനയെ സംബന്ധിച്ച് അവർ. പക്ഷെ അവരാണ് ട്രംപ് കാർഡ്സ് ആയിട്ട് മാറിയത്. പോളണ്ടിനെതിരെയുള്ള മത്സരം, മെക്സിക്കോക്കെതിരെയുള്ള മത്സരം, ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരം, അൽവാരസ്, എൻസോ ഫെർണാണ്ടസ്, മെക്കലിസ്റ്റർ. പക്ഷേ ഈ താരങ്ങൾക്കൊക്കെ ഈവൻ ഡീപ്പോൾ അടക്കം ക്ലബ്ബ് തലത്തിൽ ഇവർ ഒരു എബവ് ആവറേജ് പ്ലെയേഴ്സ് ആയിരുന്നിട്ട് കൂടി അർജന്റീനയ്ക്ക് വേണ്ടി 2022 ലോകകപ്പിൽ ഒരു വല്ലാത്തൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അപ്പോൾ സ്ക്വാഡ് ഡെപ്ത് ഇല്ലായിരുന്നിട്ട് കൂടി അർജന്റീന എന്തുകൊണ്ട് ലോകകപ്പ് അടിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ആ പ്ലെയേഴ്സിന്റെ ഗുണമാണ്. കാരണം കയറി വന്ന പ്ലെയേഴ്സും ഓൾറെഡി ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് പ്ലെയേഴ്സും, ഡിമേരിയ, ഒട്ടാമിറ്റി അടക്കം, ക്യൂട്ടി റൊമേറോ അടക്കമുള്ള പ്ലെയേഴ്സും ഒരു മനുഷ്യന് വേണ്ടിയും ഒരു രാജ്യത്തിന് വേണ്ടിയും ചത്ത് കിടന്ന് കളിക്കുക. ആ മനുഷ്യൻ അവർക്ക് വേണ്ടി പണ്ടത്തെ ഒരു വിൻറ്റേജ് പ്രതാപകാല ഫോം വീണ്ടെടുത്ത് ഒരു വേൾഡ് കപ്പ് ക്യാമ്പയിൻ നടത്തുക. അതൊക്കെ വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഈവൻ അതുകൊണ്ടാണ് സ്ക്വാഡ് ഡെപ്ത് ഇല്ലായിരുന്നിട്ട് കൂടിയും സിനിമാറ്റിക് ഡെസ്റ്റിനി, കറന്റ് ഫോം, ഈ 2 കാര്യങ്ങൾ കൊണ്ട് മാത്രം അർജന്റീന ലോകകപ്പിലേക്ക് വരികയും ആ ഒരു ലോകകപ്പ് നേടുകയും ചെയ്തത്. പക്ഷെ അങ്ങനെ ഒന്ന് 2026 ലോകകപ്പിലേക്ക് വരുമ്പോൾ അർജന്റീനയ്ക്ക് ഉണ്ടോ? ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇതിൽ സിനിമാറ്റിക് ഡെസ്റ്റിനി എന്ന് പറയാൻ പ്രത്യേകിച്ചില്ല. കാരണം ഒരു കാർമിക് സൈക്കിൾ, അല്ലെങ്കിൽ അങ്ങനെ ഫുട്ബോൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കോട്ട, ഫുട്ബോൾ സൈക്കിൾ എന്നൊക്കെ പറയില്ലേ, ഒരു പ്ലെയറിന്റെ ഒരു പ്ലെയർ ആർക്ക് എന്നൊക്കെ പറയില്ലേ, അത് മെസ്സി കഴിഞ്ഞു എന്ന് തോന്നുന്നൊരു ഘട്ടമാണ്. കാരണം ബാക്ക് ടു ബാക്ക് കപ്പുകൾ അടിക്കുക. കാരണം അദ്ദേഹം ഇതായി അൺകമ്പയറബിളായി. ഇനി ഇതിന് ശേഷം അയാൾക്ക് എന്ത് നേടാൻ കഴിയുമെന്നുള്ളത് അതൊരു സിനിമാറ്റിക് ഡെസ്റ്റിനിയുടെ പരിധിയിൽ വരുമെന്നറിയില്ല. കാരണം അതുകൊണ്ട് തന്നെ മാത്രമല്ല, അർജന്റീന എന്ന ടീം 36 വർഷങ്ങൾക്ക് ശേഷം ഒരു ലോകകപ്പിലേക്ക് വന്ന ഒരു ലോകകപ്പ് അടിക്കുക. അപ്പൊ ആ പരിപാടിക്ക് ഒരു കാവ്യനീതി പോലെ, ഒരു പോയറ്റിക് ജസ്റ്റിസ് പോലെ, ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെ നടന്നു കഴിഞ്ഞു. അപ്പൊ അത് വല്ലാത്തൊരു കഥയായിരുന്നു. കാരണം 3 ഫൈനലൊക്കെ തോറ്റു കഴിഞ്ഞ് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച് അതിൽ നിന്ന് തിരിച്ചു വരിക, എന്നിട്ട് ആദ്യത്തെ ലോകകപ്പ് അത്രയും പരിശ്രമിച്ച് ഇക്വഡോറിൽ പോയി ഒരു സിനിമ ടൈപ്പ് ഹീറോയിസം കാണിച്ച് അവരെ ലോകകപ്പിലേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം ആ ലോകകപ്പിൽ ഫ്രാൻസിനോട് 4-3 ക്രൊയേഷ്യയോട് 3-0 തോറ്റു കഴിഞ്ഞ് 2019 കോപ്പ അമേരിക്ക സെമിയിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ സെമിക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് തോക്കുന്നില്ല ഒരു ടൂർണമെന്റ്. അങ്ങനെയുള്ള ഒരു അർജന്റീനയെ വാർത്തെടുക്കാനായിട്ട് സ്കലോണി എന്നൊരു കോച്ച് വരിക. സ്കലോണിക്ക് താങ്ങായി ഒരുപിടി താരങ്ങൾ, ചാവാൻ കാത്തു നിൽക്കുന്ന, തൻ്റെ പ്ലെയറിനും തൻ്റെ രാജ്യത്തിനും വേണ്ടി ചത്ത് കളിക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപിടി പ്ലെയേഴ്സ് വരിക. അതിലേക്ക് മെസ്സി എന്നൊരു ക്യാപ്റ്റൻ വരിക. ആ ക്യാപ്റ്റൻ്റെ ഒരു ഓറ, അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ വൈറലായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിലൊരു സിനിമാറ്റിക് ഡെസ്റ്റിനി ഇത്തവണത്തെ ലോകകപ്പ് അർജന്റീനയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നുള്ളത് കറന്റ് ഫോമാണ്. കറന്റ് ഫോം സത്യത്തിൽ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ടേബിൾ ടോപ്പായി നിൽക്കുന്ന കറന്റ് ഫോം, വല്ലാത്തൊരു ഓറയിൽ അല്ലെങ്കിൽ വല്ലാത്തൊരു ഫോമിൽ നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് അർജന്റീന. പക്ഷേ 2022 ലോകകപ്പിലേക്ക് വരുന്ന ഒരു അർജന്റീനയുടെ അത്ര ഒരു ഫോം സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നുണ്ടോ ഇപ്പോഴത്തെ അർജന്റീന എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. കാരണം ഇത്തവണ വരുന്ന അർജന്റീന സത്യത്തിൽ അർജന്റീന മികച്ചതായതുകൊണ്ട് മാത്രമല്ല, ലാറ്റിൻ അമേരിക്കയിൽ ബ്രസീൽ അടക്കമുള്ള ടീമുകൾ, ഇക്വഡോറും കൊളംബിയാണ് കുറച്ചും കൂടി കയറി നിൽക്കുന്നത്, ചിലി അടക്കമുള്ള, ബ്രസീൽ അടക്കമുള്ള ടീമുകൾ ഫോം ഔട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അർജന്റീനയ്ക്ക് ഗുണകരമായി മാറുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഉറുഗ്വേ, ഇക്വഡോർ, കൊളംബിയ എന്ന ടീമുകൾ അർജന്റീനയോടൊപ്പം എനിക്ക് തോന്നുന്നു അതേ ഒരു ഫോമിലും അതേ ഒരു ഇന്റൻസിറ്റിയോടും കൂടെ തന്നെയാണ് ഈ ഒരു ഫുൾ വേൾഡ് കപ്പ് ക്വാളിഫയിങ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അർജന്റീന കറന്റ് ഫോം എന്ന് പറഞ്ഞാലും നമുക്ക് പേരിന് പറയാം, യെസ് ദേ ആർ സോ സ്ട്രോങ്, അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു കൂട്ടം വേൾഡ് കപ്പ് ക്യാമ്പയിൻ 2022 വേൾഡ് കപ്പ് ക്യാമ്പയിന് ശേഷം വരുന്നൊരു ആ ഒരു ടീമിനെ കീപ്പപ്പ് ചെയ്ത് കുറച്ച് വളരെ ചെറിയ മാറ്റങ്ങളോടുകൂടി സ്കലോണി അത് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരുന്നു. ആ ഒരു കൂട്ടം താരങ്ങൾ തന്നെ നല്ലൊരു ഫോം ക്ലബ്ബ് തലത്തിലായാലും ഇന്റർനാഷണൽ തലത്തിലും കണ്ടിന്യൂ ചെയ്ത് പോരുന്നു. എന്നത് ഒഴിച്ചു നിർത്തിയാൽ
മീൻസ് അയ്യോ പേടിക്കേണ്ട ഒരു ടീമായിട്ട് അർജന്റീന ഒരിക്കലും 2026 വേൾഡ് കപ്പിലേക്ക് വരുന്നില്ല. അതും നമ്മളെ സംബന്ധിച്ചൊരു വിഷയമാണ്. പിന്നെയുള്ളത് സ്ക്വാഡ് ഡെപ്ത് ആണ്. സത്യത്തിൽ കഴിഞ്ഞൊരു ലോകകപ്പിൽ ഇല്ലാതിരുന്ന ഒരു സാധനം ഇത്തവണത്തെ ലോകകപ്പിൽ ഉണ്ടെന്ന് പറയേണ്ടി വരും. കാരണം അത് സ്ക്വാഡ് ഡെപ്ത് എന്ന് ചോദിച്ചാൽ ഒരു യൂറോപ്യൻ, ഫ്രാൻസ്, പോർച്ചുഗൽ ടീമുകളെ പോലെയുള്ള ഒരു സ്ക്വാഡ് ഡെപ്ത് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇത്തവണ നമുക്ക് കുറെ എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി ഓൺ ദ മിഡ്ഫീൽഡ്. മിഡ്ഫീൽഡാണ് ഏതൊരു ടീമിന്റെയും അവിഭാജ്യ ഘടകം എന്ന് പറഞ്ഞാൽ. എൻസോ ഫെർണാണ്ടസ്, മെക്കലിസ്റ്റർ, ഡീപ്പോൾ ഈവൻ ഇന്റർ മിയാമിയിൽ എത്തിയാൽ പോലും വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് അമേരിക്കയിലാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ടാക്ടിക്കൽ ബുദ്ധി കൂടിയായിരിക്കാം ഡീപ്പോളിന്റെ മെസ്സിയുടെ ഒപ്പം കളിക്കുക, അമേരിക്കയുടെ ക്ലൈമറ്റായിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് പൊരുത്തപ്പെടുക. ഇതിനൊക്കെ വേണ്ടിയായിരിക്കും അദ്ദേഹം 31 വയസ്സിൽ തൻ്റെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ അമേരിക്കൻ ലീഗിലേക്ക് വന്നത്. അപ്പോൾ എന്നിരുന്നാൽ തന്നെയും പിന്നെ ജൂലിയാനോ സിമിയോണി, ജൂലിയൻ അൽവാരസ്, ലൗറ്റാറോ മാർട്ടിനസ്, പിന്നെ തിയാഗോ അൽമാഡ, ക്യൂട്ടി റൊമേറോ, ഒട്ടാമെൻഡി, ഇഞ്ചുറി കഴിഞ്ഞെത്താൻ പോകുന്ന ലിസാൻഡ്രോ മാർട്ടിനസ്. അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ ബാക്കപ്പ് ഓപ്ഷനുകൾ കൂടി എടുത്താൽ ലോ സെൽസോ, പെലാഷ്യൂസ് പോലുള്ള താരങ്ങളെ പോലും എടുത്താൽ നല്ലൊരു സ്ക്വാഡ് ഡെപ്ത് ഉള്ളൊരു ടീമായിട്ട് തന്നെ അർജന്റീനയെ കണക്കാക്കാം. പക്ഷേ യൂറോപ്യൻ ടീമുകൾ ഫ്രാൻസ്, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ജർമ്മനിയെ സംബന്ധിച്ച് അർജന്റീന ഒന്നുമല്ല. ഈവൻ ബ്രസീൽ, എസ്പെഷ്യലി ഉറുഗ്വേ പോലും എടുത്താൽ അവരോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഡ് ഡെപ്ത് ഉണ്ടോ എന്ന് വെച്ചില്ല. പക്ഷെ ഒരു പ്രൈമറി 11 പ്ലസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഇത്രയും ഒരു 15-16 താരങ്ങളടങ്ങുന്ന ഒരു ടീമിനെടുത്ത, ഒരു ഫസ്റ്റ് 11 ഇറക്കാൻ പാകത്തിന് ടീമിനെടുത്ത അർജന്റീന തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് പവർഫുൾ ടീമാണ്. അപ്പോൾ അർജന്റീനയ്ക്ക് അത് ഓരോരുത്തരുടെ തോന്നലുകളാണ്. ഈ വരാൻ പോകുന്ന ലോകകപ്പിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നിർണായകമായി മാറാൻ പോകുന്നത് ഹൂലിയൻ അൽവാരസിന്റെ പ്രകടനമായിരിക്കും. അല്ലെങ്കിൽ അയാളെപ്പോലെ മുന്നേറ്റ നിരയിൽ ലൗറ്റാറോ മാർട്ടിനസ് പകരുന്നൊരു ഫിസിക്കാലിറ്റിയും ഒരു അത്ലറ്റിസം അല്ലെങ്കിൽ ഒരു അഗ്രഷൻ ഉണ്ട്. അതൊരു സ്ട്രൈക്കർക്ക് വേണ്ടതാണ്. പക്ഷേ ഹൂലിയൻ അൽവാരസ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഹി ക്യാൻ പ്ലേ ഇൻ ദ ലെഫ്റ്റ് ഫ്ലാങ്ക്, ഹി ക്യാൻ പ്ലേ ആസ് എ സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ. അതായത് മെസ്സിയുടെ അത്ര കഴിവില്ലാത്തൊരു മെസ്സി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പ്ലെയറാണ്. പക്ഷെ നമ്മളധികം ആ ഒരു രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഹൂലിയൻ അൽവാരസിന്റെ പ്രകടനം അത് ഫ്രം ദ ബെഞ്ച് ആയിക്കോട്ടെ ഫസ്റ്റ് 11 ആയിക്കോട്ടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ വരാൻ പോകുന്ന അർജന്റീനയ്ക്ക്. കാരണം അർജന്റീനയുടെ ഇപ്പോൾ ഒരു സ്ക്വാഡ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് 11 എടുത്താൽ ഓരോരുത്തർക്കും ഓരോ POVകളായിരിക്കും കേട്ടോ. എന്നെ സംബന്ധിച്ച് ഒരു 4-2-3-1 അല്ലെങ്കിൽ 4-4-2 തന്നെ എടുക്കുകയാണെങ്കിൽ ജൂലിയാനോ സിമിയോണിയുടെ മകൻ, അസാമാന്യൊരു പ്ലെയർ. ബ്രസീലിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ കളി, അങ്ങനെ സമീപകാല ഫോമൊക്കെ എടുത്ത വളരെയധികം അഗ്രഷനുള്ള പണ്ടത്തെ ലവേസിയൊക്കെ കളിക്കുന്ന മോഡൽ ഒരു പ്ലെയറാണ് സിമിയോണി. അപ്പോൾ സിമിയോണി എന്തായാലും നമ്മൾ റൈറ്റ് ഫ്ലാങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അറ്റാക്കിംഗ് മിഡായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സ്ട്രൈക്കറായിട്ട് മെസ്സി, മെയിൻ സ്ട്രൈക്കറായിട്ട് ലൗറ്റാറോ അല്ലെങ്കിൽ ഹൂലിയൻ അൽവാരസ്, ആരായാലും നമുക്ക് വിഷയമല്ല. കാരണം വളരെയധികം പോച്ചർ എബിലിറ്റിയും പ്ലസ് കണക്റ്റിംഗ്, അതായത് വിത്ത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ആർ വിങ്ങേഴ്സ്, കണക്റ്റിംഗ് എബിലിറ്റിയും ഉള്ള പ്ലെയേഴ്സാണ് ഈ രണ്ടുപേരും. പിന്നെ ലെഫ്റ്റ് ഫ്ലാങ്ക് ആണ് നമുക്കൊരു വിഷയമായിട്ട് വരുന്നത്. പക്ഷേ 4-2-3-1 ഫോർമേഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു ഏഞ്ചൽ ഡിമരിയ ഒക്കെ കൈകാര്യം ചെയ്ത ഒരു പൊസിഷൻ ഒരു പക്ഷേ തിയാഗോ അൽമാഡ, സമീപകാലത്ത് അർജന്റീന ടീമിൽ ഇത്രയധികം മനോഹരമായി പാസുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ മനോഹരമായി പ്ലേ മേക്കിംഗ് എബിലിറ്റി ഉള്ളൊരു വൈറ്റ് പ്ലെയർ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിൽ രണ്ട് ഫ്ലാങ്കിലും അറ്റാക്കിംഗ് മിഡായിട്ടും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറായി ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ലെഫ്റ്റ് ഫ്ലാങ്കിൽ പ്രതീക്ഷിക്കുന്നത് അൽമാഡ തന്നെയായിരിക്കും. 4-2-3-1 പൊസിഷൻ ആണെങ്കിൽ മാത്രം. അല്ലാത്ത പക്ഷം നമുക്കൊരു പക്ഷേ അയാളെ വൈഡ് മിഡ്ഫീൽഡറായിട്ടോ ഒരുപക്ഷെ വിങ്ങറായിട്ടോ കാണാൻ സാധിക്കില്ല. അപ്പോൾ തിയാഗോ അൽമാഡ. പിന്നെ ഒരു 2 പിവറ്റ് റോളുകളാണെങ്കിൽ മെക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്. അവർക്ക് ബാക്കപ്പായിട്ട് ഡീപ്പോൾ, പെലാഷ്യൂസ്, ലോ സെൽസോ എന്നീ താരങ്ങളുണ്ട്. അപ്പോൾ സത്യത്തിൽ പിന്നെ പാരഡസ് ഉണ്ട്. സത്യത്തിൽ അർജന്റീനയെ സംബന്ധിച്ച് മിഡ്ഫീൽഡ് ആൻഡ് ഫോർവേഡ് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഇതോടൊപ്പം തന്നെ ഗാർനാച്ചോ പോലുള്ള താരങ്ങളുണ്ട്, നിക്കോ പാസ്. അപ്പോൾ ഇവരെ കൂടി പരിഗണിക്കുകയാണെങ്കിൽ എത്രമാത്രം ഇവർക്കൊക്കെ കൂടി 2026 വേൾഡ് കപ്പിലെ 26 മാൻ സ്ക്വാഡിൽ ഇടം പിടിക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഐ എം ഹാപ്പി ദാറ്റ് അർജന്റീന ഹാസ് ദിസ് മിഡ്ഫീൽഡ് ആൻഡ് ആ ഒരു ഫോർവേഡ്, ആ ഒരു മുന്നേറ്റ നിര, ആ ഒരു മധ്യനിര ഇത്രയും സ്ട്രോങ് ആണെന്ന് പറയാനായിട്ട് അഭിമാനമുണ്ട്. പക്ഷേ ബാക്ക് ലൈനിലേക്ക് വന്ന ഇതല്ല സ്ഥിതി. കാരണം നമ്മുടെ തുരുപ്പ് ചീട്ടുകളായിരുന്ന അക്യൂനോ, ടാഗ്ലിഫിക്കോ, മൊളീന, മോണ്ടിയൽ, ഈ ഫുൾ ബാക്ക്, ഈ ഒരു 4 പേർക്ക് കറന്റ് സിറ്റുവേഷൻ അത്രയും മികച്ചതല്ല. ഈവൻ ടാഗ്ലിഫിക്കോ ഈസ് വെരി ഹാർഡ് വർക്കിംഗ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അക്യൂണോ ഇപ്പൊ ആണെങ്കിൽ പോലും
അങ്ങോട്ടും ഇങ്ങോട്ടും ബോക്സ് ടു ബോക്സ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. മോണ്ടിയലാണെങ്കിൽ ആ ഒരു ഫിസിക്കൽ എബിലിറ്റി ഉണ്ട്, ആ ഒരു പാസിംഗ് എബിലിറ്റി ഇപ്പോഴും ഉണ്ട്. മൊളീനി ആണെങ്കിലും ആ ഒരു അക്യൂണയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു ഒഫൻസീവ് സൈഡും വളരെയധികം ഗുഡായിട്ടുള്ള ഒരു ഫുൾ ബാക്കാണ്. പക്ഷേ നിലവിലെ ഫോം 2026 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അക്യൂണയ്ക്കോ ടാഗ്ലോഫിക്കോ ഒരാൾക്ക് പകരം വാലന്റീൻ ബാർക്കോ, മൊളീനയ്ക്കോ മോണ്ടിയലിനോ പകരം അന്നേരത്തെ ഫോമിനനുസരിച്ച് പകരമായി അഗസ്റ്റിൻ ഗേ, പൽമരസിന്റെ അസാമിൻ്റെ ഒരു പ്ലെയറാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ക്ലബ്ബ് വേൾഡ് കപ്പിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ഒരു പ്ലെയറിന് കൂടുതൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫുൾ ബാക്ക് വരണമെന്ന് തന്നെയാണ്. വാലന്റീൻ ബാർക്കോ ആൻഡ് അഗസ്റ്റിൻ ഗേ ഇവർ രണ്ടുപേരും ടീമിലേക്ക് വരണം. സ്കലോണി ഒരു പക്ഷേ നല്ല സാധ്യതയുണ്ട്, കുറച്ച് റിപ്പോർട്ട്സ് പോലും കണ്ടായിരുന്നു ഈ രണ്ട് പ്ലെയേഴ്സ് വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ രണ്ട് പ്ലെയേഴ്സും വരികയാണെങ്കിൽ ഫുൾ ബാക്കിൻ്റെ ഒരു പ്രശ്നം കൂടി സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം സെൻട്രൽ ബാക്സ് ആയിട്ട് നമുക്ക് ഇപ്പോഴും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒട്ടാമെൻറ്റി, കാരണം പെപ്പെ കളിക്കുന്ന പോലെ ഒട്ടാമെൻറ്റിയും എത്രയൊക്കെ ഈ പഴയിക്കൊണ്ടിരിക്കുന്നതും വീര്യം കൂടുന്നൊരു വീഞ്ഞാണ് ഒട്ടാമെൻറ്റി, പക്ഷെ മിസ്റ്റേക്ക് പ്രോൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് ഒരു ബാക്കപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ലോണിൽ തന്നെ അയാളെ ഒരു പക്ഷേ ഓവർലേ ചെയ്ത് വരാനായിട്ട് ഇഞ്ചുറി കഴിഞ്ഞെത്തുന്ന ഒരു ലിസാൻഡ്രോ മാർട്ടിനസിന് സാധിച്ചേക്കാം. അതുപോലെ തന്നെ സെൻട്രൽ ബാക്ക്, റൈറ്റ് സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് ക്യൂട്ടി റൊമേറോ അല്ലാതെ വേറൊരു ഓപ്ഷനില്ല. ഒരുപക്ഷെ അയാൾ കളിക്കുന്ന ക്ലബ് കൊണ്ടായിരിക്കും അയാൾ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടാത്തത്. അസാമാന്യ ലീഡർഷിപ്പ് ക്വാളിറ്റി, അസാമാന്യ പാസിംഗ് എബിലിറ്റി, അസാമാന്യ സ്വീപ്പിംഗ് കേപ്പബിലിറ്റി എല്ലാം ഉള്ളൊരു ഏരിയൽ എബിലിറ്റി അടക്കമുള്ള ഒരു താരമാണ് ക്യൂട്ടി റൊമേറോ. ഈവൻ സ്കോറിംഗ് എബിലിറ്റി പോലുള്ള ഒരു താരമാണ് ക്യൂട്ടി റൊമേറോ. കാരണം അയാൾക്കൊരിക്കലും ഒരു കളിയിൽ പോലും, ഈവൻ ക്ലബ്ബ് തലത്തിൽ പോലും നമ്മൾ ഫോളോ ചെയ്ത മനസ്സിലാവും, അയാളും ഈവൻ 2 ഗോൾ കൺസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അയാൾക്കൊരു ത്വരയുണ്ട് ടു വിൻ ദ ഏരിയൽ ബാറ്റിൽസ്, ടു വിൻ ദ ബോൾസ്, ടു ഗീവ് എ നൈസ് ടാക്കിൾ. ഇതൊരു പ്രത്യേകതരം മനുഷ്യരാണ്. അപ്പോൾ അയാളല്ലാതെ റൈറ്റ് സെൻറ്റർ ബാക്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. ഒരു ഇഞ്ചറിയും ഇല്ലാതെ അയാൾ ലോകകപ്പിന് വരണമെന്നാണ് ഏതൊരു അർജന്റീന ആരാധകനും പ്രതീക്ഷിക്കുകയുള്ളൂ. ക്യൂട്ടി റൊമേറോയുടെ ബാക്കപ്പായിട്ട് ആര് വരും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് PSG ചാമ്പ്യൻസ് ലീഗ് കൂടി അടിച്ചിരിക്കുന്ന ഒരു സീസണാണ് കഴിഞ്ഞു പോയത്. ആ ഒരു ടേബിൾ നമ്മൾ നോക്കിയാൽ മാർസിയ FC രണ്ടാമത് നിൽക്കുന്നത് കാണാം. ആ ഒരു ക്ലബിന്റെ നെടുന്തൂണെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു ബാക്ക് ലൈൻ ലീഡർഷിപ്പ് കൊടുത്തിട്ട് 26-കാരുണ്ട് ബലേഡി സത്യമായിട്ട് എനിക്ക് തോന്നുന്നു 5ഓളം കളികൾ സ്കലോണിക്ക് കീഴെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ കളിക്കൂടി ചെയ്തു എന്നാണ് ഓർമ്മ. അപ്പോൾ അദ്ദേഹത്തെ തന്നെ റൊമേറോയുടെ ബാക്കപ്പായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. മറ്റ് ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ പോലും ഈവൻ പെസെല്ല ഒക്കെ കറന്റ് ഫോം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം 2026 ലോകകപ്പിലേക്ക് പരിഗണിക്കാൻ തരത്തിലുള്ള ഒരു താരമാണോ ഇപ്പോൾ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരും. അപ്പം ഈ ഒരു ഫോർമാൻ ബാക്ക് വിത്ത് ഈച്ച് ബാക്കപ്പ് അല്ലെങ്കിൽ ഓരോ ബാക്കപ്പ് അടക്കം മൊത്തം 8 താരങ്ങൾ ബാക്ക് ലൈനിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് അക്യൂണയോ ടാഗ്ലിഫിക്കയോ അതിൽ നിന്ന് ഒരു താരത്തെയും, മോണ്ടിയൽ മൊളീന ഇതിൽ നിന്ന് ഒരു താരത്തെയും സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ട്. ഇത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. കാരണം മെദീന എന്നൊരു കളിക്കാരനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കണം. കാരണം മൊത്തത്തിൽ 26 മെൻ, ഒരു 26 മെൻ സ്ക്വാഡ് ആണെങ്കിൽ വിത്ത് ബാക്കപ്പ്, ഒരു 4 ലൈൻ ബാക്കപ്പ് ലൈനിന്റെ 4 പ്ലേയേഴ്സ് ഫസ്റ്റ് 11ലും അവർക്ക് ബാക്കപ്പ് ആയിട്ടുള്ള ഒരു 4 പ്ലേയേഴ്സ് പ്ലസ് ഒരു അഡീഷണൽ പ്ലേയേഴ്സിന് കൊണ്ട് എടുക്കുന്ന ഒരു പതിവുണ്ട്. അവർ അഡീഷണൽ പ്ലെയർ ആയിട്ട് ടീമിൽ കയറി പറ്റാൻ പോകുന്നത് ഒരുപക്ഷെ മദീനയായിരിക്കും. കാരണം ലെഫ്റ്റ് ബാക്ക്, ലെഫ്റ്റ് സെൻട്രൽ ബാക്ക്, ഈവൻ ഒരു 3 മെൻ ബാക്ക് ലൈനിൽ പോലും ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ സാധ്യതയുള്ള ഒരു കഴിവുള്ള ഒരു പ്ലെയറാണ് മദീന. അപ്പോൾ ബാക്ക് ലൈനാണ് ഈ ഒരു ബാക്ക് ലൈൻ്റെ ഒരു വീക്ക്നെസ് മനസ്സിലാക്കി സ്കലോണി അത്തരത്തിൽ കോപ്പ അമേരിക്കയിൽ പോലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി പുതിയ താരങ്ങളെ, ജുലിയാനോ സിമിയോണി അടക്കം ഇപ്പോൾ കളിക്കുന്നതിൻ്റെ അർത്ഥം സ്കലോണി വാണ്ട്സ് ന്യൂ പ്ലേയേഴ്സ്. അതായത് അദ്ദേഹത്തിന് കൃത്യമായ സെന്റിമെന്റ്സിനേക്കാൾ ടീമിന് എന്ത് വേണം അതിന് വാല്യൂ കൊടുക്കുന്നൊരു കോച്ചാണ് സ്കലോണി. അപ്പോൾ തീർച്ചയായിട്ടും ബാക്ക് ലൈനിൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ആക്കുകയാണെങ്കിൽ അർജന്റീനയ്ക്കും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ തന്നെയാണ് എനിക്കും ആഗ്രഹം. ഇനി അടുത്തൊരു ടീം എന്ന് പറഞ്ഞാൽ ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടീം, പോർച്ചുഗൽ. സത്യത്തിൽ ഇത്തവണ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ലോകകപ്പ്. കാരണം കഴിഞ്ഞ ലോകകപ്പ് ആയിക്കോട്ടെ, കഴിഞ്ഞ യൂറോ ആയിക്കോട്ടെ, യൂറോപ്പിലെ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു 4-5 ടീം അല്ലെങ്കിൽ ഒരു ടോപ്പ് 3 എടുത്താൽ അതിൽ പോർച്ചുഗൽ ഉണ്ടാവുമായിരുന്നു. കഴിഞ്ഞൊരു ഏതാനും വർഷങ്ങളായിട്ട് 4-5 ഒരു 5-6-7 വർഷങ്ങളെടുത്താൽ, ടു ബി ഓണസ്റ്റ്. പക്ഷെ ഇത്തവണ ലോകം ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ഒരു ടീം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്പെയിനും പോർച്ചുഗലാണെന്ന് പറയേണ്ടി വരും. കാരണം 2 ടീമുകളുടെയും സ്ക്വാഡ് ഡെപ്ത്, കറന്റ് ഫോം അസാധ്യമാണ്, ഒരു രക്ഷയില്ല. കാരണം PSG-യുടെ നെടുന്തൂണാണ് വിട്ടീഞ്ഞ, ജാവനോസ്, പിന്നെ നുനോ മെൻഡസ്. ഇവരൊക്കെ പോർച്ചുഗൽ താരങ്ങളാണ്. കോൻഷ്യാവോ എന്ന ഒരു പ്ലെയർ ഉണ്ട്. ഇവൻ ജാവോ ഫിലിക്സ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു സിംഗപ്പ് ഉണ്ടാക്കാനായിട്ട് അൽനാസറിലേക്ക് കയറി വന്നിട്ടുണ്ട്.
ഒപ്പം റാഫേലിയോ പോലെ എഞ്ചിൻ, അതായത് ഓടിക്കിതച്ച് ടീമിന് വേണ്ടി എന്തും ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് പ്ലേയേഴ്സ്. ബാക്കപ്പ് ലൈൻ ആണെങ്കിൽ ഒരു ഡിഫൻസീവ് ലൈൻ നോക്കിയാൽ അതിലും ക്ലബ്ബ് തലത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരുപാട് താരങ്ങൾ. അവരുടെ ബാക്കപ്പ് ഓപ്ഷൻസ് കണ്ടാൽ തന്നെ ഒരു രക്ഷയില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യണമെന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെയാണ് സ്പെയിൻ്റെ കേസ് എടുത്തത്. സ്പെയിൻ്റെ കേസ് എടുത്ത മേലെ ലമിൻ യമാലിലേക്ക് ഒതുക്കരുത് ഒരിക്കലും സ്പെയിനിന്. കാരണം സ്പെയിൻ ഈസ് ഫുൾ ഓഫ് പ്ലേയേഴ്സ് ഹു കുഡ് ഡു എനിത്തിങ് എനിവർ. അത്തരത്തിൽ ഭയപ്പെടേണ്ട രണ്ട് ടീമുകളാണ് പോർച്ചുഗലും സ്പെയിനും. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ഒരു ഫാക്ടറിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. കാരണം സിനിമാറ്റിക് ഡെസ്റ്റിനി, കറന്റ് ഫോം, സ്ക്വാഡ് ഡെപ്ത്, ഈ മൂന്ന് കാര്യങ്ങൾ എടുത്താൽ ഇത് മൂന്നും ഒരുപോലെ ചേരുന്ന രണ്ട് ടീമുകളും സ്പെയിനും പോർച്ചുഗലും തന്നെയാണ്. കാരണം സിനിമാറ്റിക് ഡെസ്റ്റിനി, ലമിൻ യമാൽ പുതിയൊരു മെസ്സിയായി ലോകം കണക്കാക്കുന്ന, ബാർസലോണയുടെ രക്ഷകനായി ലോകം കണക്കാക്കുന്ന ഒരു മനുഷ്യൻ, ഒരു 18 വയസ്സുകാരൻ ഈ വരുന്നൊരു ലാലിഗ UCL ക്യാമ്പയിന് ശേഷം നേരെ ഒരു ലോകകപ്പിലേക്ക് വരുന്നു. യൂറോ നേടിക്കഴിഞ്ഞ് നാഷൻസ് ലീഗ് ഫൈനൽ പരാജയപ്പെട്ടെങ്കിൽ പോലും ആ ഒരു വല്ലാത്തൊരു നാഷൻസ് ലീഗ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് അതിനുശേഷം ഒരു ഫൈനലിസ്മ് കളിക്കാൻ പോകുന്നു. അതിനുശേഷമുള്ള ഒരു ലോകകപ്പിലേക്ക് എംബാപ്പെ 2018 വന്ന പോലെ ലമിൻ യമാലും സ്പെയിനും കയറി വരികയാണ്. അപ്പോൾ സിനിമാറ്റിക് ഡെസ്റ്റിനി ഒരു പക്ഷേ കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ അവിടെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ കറന്റ് ഫോം അസാധ്യം. സ്ക്വാഡ് ഡെപ്ത് ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഓൺലി കോമ്പറ്റീറ്റർ എന്ന് പറയാവുന്നത് ഫ്രാൻസും പോർച്ചുഗലും മാത്രമാണ്. ഇംഗ്ലണ്ടിനെയും ജർമ്മനിയെയും നമുക്ക് പരിഗണിക്കാമെങ്കിൽ കൂടിയും ഈ മൂന്ന് ടീമുകൾ എന്ന് പറഞ്ഞാൽ വേറെ ലീഗിലാണ് സ്ക്വാഡ് ഡെപ്തിൻ്റെ കേസിൽ. പക്ഷേ ബാക്ക് ടു പോർച്ചുഗലിനെ കുറിച്ച് സംസാരിക്കാം. 41-കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. അയാൾക്ക് സാധിക്കാത്തതായിട്ട് ഇപ്പോഴും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ 41-ാം വയസ്സിൽ ഇയാൾ ചെയ്യുന്ന പരിപാടികൾ വേറെ എത്ര കണ്ട് കളിക്കാർക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ആർക്കും ചരിത്രത്തിൽ തന്നെ പറ്റിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം അൽ നാസറിലെ ഫോം മാത്രം എടുക്കല്ലേ, നാഷൻസ് ലീഗിലാണെങ്കിൽ പോലും ആ ഒരു ഗോൾ നേടിയത് പുള്ളിയുടെ ഒരു പോച്ചർ എബിലിറ്റി, അല്ലെങ്കിൽ കൃത്യമായി സ്പേസ് കണ്ടെത്താൻ ഉള്ളൊരു എബിലിറ്റിയാണ് വീണ്ടും നമ്മളത് കണ്ടത്. അവർ എൻറ്റയർ UEFA നാഷൻസ് ലീഗ്, ഈവൻ യൂറോയെ പോലെ കോപ്പ അമേരിക്കയെ പോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ കൂടി യൂറോപ്യൻ വമ്പന്മാർ അത്രയധികം ആ ഒരു UCL ക്യാമ്പയിന് ശേഷം അത്രയും അധികം ഇമ്പോർട്ടൻസോടുകൂടി ബാലൻറ്റിയോർ ക്യാമ്പയിൻ ആണെന്നും കൂടി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് വന്നൊരു ടൂർണമെന്റിൽ, അത്ര മനോഹരമായി കളിച്ചു പോകുന്നൊരു ടൂർണമെന്റിൽ ഫൈനലിലേക്ക് എത്തി സ്പെയിനെതിരെ. അതായത് ലമിൻ യമാലിന്റെ വായ്ത്താളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വലിയ ചർച്ചയായിരുന്നു. ഈവൻ ഒരു ബാർസ ആരാധകനാണെങ്കിൽ കൂടി പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം അതിനൊരു മറുപടിയായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ വൃത്തിയായിട്ട് ചെയ്ത് അതിനുശേഷം ഫുൾ ടൈം കളിക്കാൻ പറ്റില്ല എന്ന് സ്വയം മനസ്സിലാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. എങ്കിൽ പോലും ആ നേടിയൊരു ഗോൾ അത് ക്രിസ്ത്യാനോയ്ക്ക് വരുന്ന ലോകകപ്പിലും പോർച്ചുഗലിന് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഡെഡ്ലിയസ്റ്റ് എവർ, ലോകം കണ്ട അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും അപകടകാരിയായ വ്യക്തി, അപകടകാരിയായ ഗോൾ മെഷീൻ, അപകടകാരിയായ പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അത് പക്ഷേ 41-ാം വയസ്സിലും ആരും ഇയാളെ പേടിക്കുന്ന പോലെ ഒരു 41 ഇവൻ 39 വയസ്സുള്ളൊരു ഫിനിഷറെ ഒരു ഡിഫൻസീവ് ലൈനും ലോകത്തെ ഭയപ്പെട്ടിട്ടുള്ള, അത് അദ്ദേഹത്തിന് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നു. ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തുന്നു, പണ്ടത്തെ പോലെ ബോൾ കൺട്രോളിങ് എബിലിറ്റി കുറഞ്ഞു. ഇതൊക്കെ നാച്ചുറലാണ്. കാരണം ഈവൻ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിന് പോലും ഇത്രത്തോളം ഒരു കൺസിസ്റ്റൻസി 40-ാം വയസ്സിലും 39-ാം വയസ്സിലും 41-ാം വയസ്സിലും കീപ്പപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു വാല്യൂ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഡിയോഗോ ജോട്ടയുടെ ഒരു വിടവാങ്ങലിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി പോർച്ചുഗൽ ഒരുപക്ഷെ ഈ ലോകകപ്പ് നേടാനുള്ള ഏറ്റവും ഫേവറേറ്റുകളായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അതൊരു റിയാലിറ്റിയാണ്. കാരണം സിനിമാറ്റിക് ഡെസ്റ്റിനി ഏറ്റവും ഫേവർ ചെയ്യുന്ന ഒരു ടീം 2022 അർജന്റീനയായിരുന്നെങ്കിൽ 2026 അതൊരു എതിർവാക്ക് പോലും ഇല്ലാതെ നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും, അത് പോർച്ചുഗലാണ് സിനിമാറ്റിക് ഡെസ്റ്റിനി ഫേവർ ചെയ്യുന്ന ടീം. അതോടൊപ്പം തന്നെയാണ് അവരുടെ കറന്റ് ഫോം പിന്നെ പറയേണ്ട ആവശ്യമില്ല. കൊവൻഷ്യാവോ, റഫേലിയോ, ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങി വിട്ടീഞ്ഞ, നുനോ മെൻഡസ്, യാവോ നെവസ്, ഡിയോഗോ ഡലറ്റ് മുതൽ പ്രതിഭാസമ്പന്നമായ ഒരു ടീം നാഷൻസ് ലീഗ് അടിക്കുന്നു. അതിനുശേഷം വരുന്നൊരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ക്യാമ്പയിൻ ആണെങ്കിൽ പോലും അവർ വല്ലാത്തൊരു ഫോമിൽ നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഒരു വർഷത്തിനപ്പുറം ഒരു ലോകകപ്പ് കാത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ലോകകപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും അത് പോർച്ചുഗലാണ്. പക്ഷെ ഇവർക്ക് ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്, അത് വല്ലാത്തൊരു നെഗറ്റീവാണ്. ആ ഒരു നെഗറ്റീവ് അർജന്റീനയ്ക്കോ സ്പെയിനോ നമ്മൾ കാണില്ല. റോബർട്ടോ മാർട്ടിനസ്. അയാൾ എന്തുകൊണ്ടാണ് നാഷൻസ് ലീഗിൽ
ഇത്തിരി വെളിവോടെ ഫൈനൽ ടീമിനെ വിന്യസിച്ചത് അല്ലെങ്കിൽ ടീമിനെ ഡിസ്പ്ലേ ചെയ്തത് ഒരു നല്ലൊരു ടാക്ടിക്സോട് കൂടി ഇറക്കിയത് എന്നാലോചിച്ച് സത്യമായി അതൊരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഒരിക്കലും റോബർട്ടോ മാർട്ടിനസ് ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷനെ നശിപ്പിച്ച ഒരു വ്യക്തിയാണ്. ഒരു വിങ് ബാക്കുകളോട് ഫുൾ ബാക്കുകളോട് ഒബ്സഷനുള്ള വിങ്ങേഴ്സിനോട് ഒബ്സഷനുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഏതൊരു ടീമിലും തന്റെ മനസ്സിലെ ഒരു ടാക്ടിക്കൽ ഒബ്സഷൻ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തി ഇറ്റ് വാസ് സർപ്രൈസിങ്. പോർച്ചുഗലിനെ അത്തരത്തിൽ പെട്ടെന്ന് ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ ആ ഒരു ടാക്ടിക്സ് ഒക്കെ സാക്രിഫൈസ് ചെയ്ത് തന്റെ പേഴ്സണൽ ഇഷ്ടങ്ങളൊക്കെ മാറ്റി നിർത്തി പോർച്ചുഗലിനെ മര്യാദക്കുള്ള ഒരു ടീമായിട്ട് ഇറക്കി സെക്കൻഡ് ഹാഫ് കളിക്കാൻ അനുവദിച്ച് ജയിച്ചത് കണ്ടപ്പോൾ സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഈ ഒരു ഒബ്സഷൻ എത്രത്തോളം ലോകകപ്പിലേക്കും കൊണ്ടുപോകുമ്പോൾ റോബർട്ടോ മാർട്ടിനസ് എന്നനുസരിച്ചിരിക്കും പോർച്ചുഗലിന്റെ ഭാവി. അതാണ് ഈ സിനിമാറ്റിക് ഡെസ്റ്റിനിയും സ്ക്വാഡ് ഡെപ്തും കറന്റ് ഫോമും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. കോച്ചിന്റെ ഒരു വെളിവെന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സിനിമാറ്റിക് ഡെസ്റ്റിനി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന 2010 വേൾഡ് കപ്പ് അർജന്റീന. ലയണൽ മെസ്സി, ഡിയോഗോ മറഡോണ കോച്ചായിട്ട് വരുന്ന വല്ലാത്തൊരു സിനിമാറ്റിക് ഡെസ്റ്റിനി ഫേവർ ചെയ്തിരുന്നൊരു ലോകകപ്പായിരുന്നു അത്. പക്ഷെ അതിൽ നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഒരൊറ്റ വ്യക്തിയായിരുന്നു ഡിയോഗോ മറഡോണ. റെക്വൽമി ഇല്ലാത്തൊരു ലോകകപ്പ് അർജന്റീനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. സെനൈറ്റി ഇല്ലാത്തൊരു ലോകകപ്പ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഒരു പക്ഷെ ഈ വരാൻ പോകുന്ന ലോകകപ്പിൽ പോർച്ചുഗലും ഉണ്ടായേക്കാം. അപ്പൊ ആ ഒരു നെഗറ്റീവ് മാറ്റാൻ കഴിവുള്ള ഒരേ ഒരാളുള്ളൂ, അയാൾ തന്നെയാണ്. അതാണ് ഇതിലത്തെ ഒരു രസകരമായ ഒരു ഫാക്ടർ. കാരണം സിനിമാറ്റിക് ഡെസ്റ്റിനി ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യുന്ന, കറന്റ് ഫോം ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യുന്ന, സ്ക്വാഡ് ഡെപ്ത് ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യുന്ന ഒരു ടീം പോർച്ചുഗൽ ആണെങ്കിൽ കൂടി അവരുടെ ഏറ്റവും വലിയ നെഗറ്റീവും ആ നെഗറ്റീവ് മാറ്റാൻ സാധിക്കുന്ന വ്യക്തിയും ഫാക്ടറും ഒരാൾ തന്നെയാണ്, റോബർട്ടോ മാർട്ടിനസ്. അതിനനുസരിച്ചിരിക്കും പോർച്ചുഗലിന്റെ ഭാവി. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ഫാക്ടർ, അല്ലെ ആ ഒരു നെഗറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞുകൂടാ, ആ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ഫാക്ടർ എടുത്ത് മാറ്റി നിർത്തിയാൽ 2026 ലോകകപ്പ് നേടാൻ ഏറ്റവും അധികം സാധ്യത പോർച്ചുഗലിന് തന്നെയാണ്. പക്ഷെ ഇതിലേറ്റവും ആദ്യം സംസാരിച്ച ഒരു വിഷയം പറഞ്ഞ പോലെ ലോകം യമാലിലൂടെയും എംബാപ്പയിലൂടെയും ഹാളണ്ടിലൂടെയൊക്കെ ഫുട്ബോൾ കാണാൻ തുടങ്ങി. എന്നിരുന്നാൽ തന്നെയും 2026 ലോകകപ്പ് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് വീണ്ടും മെസ്സിയിലൂടെയും 38 വയസ്സുകാരൻ 39 വയസ്സുകാരൻ മെസ്സിയിലൂടെയും 40-41 വയസ്സുകാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെയും ആയിരിക്കും. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കണ്ട് അർജന്റീനയും പോർച്ചുഗലിനെ കുറിച്ച് സംസാരിച്ചാലും ലോകം ദൈവത്തിന്റെയും ചെകുത്താന്റെയും റൈവൽറി ആഘോഷിച്ചിരുന്നപ്പോൾ അവരോളം എത്താൻ കഴിവുണ്ടായിട്ടും പല തെറ്റായ തീരുമാനങ്ങൾ കാരണം ഒരുപക്ഷെ ലക്ക് ഫാക്ടർ, ഫെയ്റ്റ് ഫാക്ടർ, അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് മൂലവും അവരിലേക്ക് അല്ലെങ്കിൽ അവരോളം എത്താൻ പറ്റാതെ പോയ ഒരു മനുഷ്യനുണ്ട്. അയാളുടെ കൂടെ ലോകകപ്പാണ് ഈ വരാൻ പോകുന്നത്, നെയ്മർ ജൂനിയർ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കേസ് പറഞ്ഞ പോലെ സിനിമാറ്റിക് ഡെസ്റ്റിനി 2026 ലോകകപ്പിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം ഫേവർ ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ഒരു ടീം ഉണ്ടെങ്കിൽ അത് ബ്രസീലാണ്. നെയ്മർ ജൂനിയർ ഉണ്ട്. അതായത് കരിയറിലെ വല്ലാത്തൊരു സ്റ്റേജിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് കയറി വരുമ്പോൾ PSG പോകാനൊരു തീരുമാനം എടുക്കുക, ഇഞ്ചുറി പ്രോൺ ആവുക, തന്റെ കഴിവിനൊത്ത് അതിന്റെ പകുതി പോലും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാതിരിക്കുക, അതിൽ നിന്ന് ഇപ്പോൾ സാന്റോസിലേക്ക് എത്തിക്കുന്ന ഒരു കരിയർ. ആ കരിയറിന് ഒരു അദ്ദേഹം അർഹിക്കുന്ന ഒരു സമ്പൂർണത കൈവരണമെങ്കിൽ ഈ വരാൻ പോകുന്ന ലോകകപ്പ് അയാളുടേതായി മാറണം. കാരണം വല്ലാത്തൊരു മനുഷ്യനാണ്, വല്ലാത്തൊരു പ്ലെയറാണ്. ഈ പ്ലേ മേക്കിംഗ് എബിലിറ്റി, ഫിനിഷിംഗ് എബിലിറ്റി, വിങ്ങറായിട്ടും ഒരു വൈഡ് പ്ലെയർ ആയിട്ടും സപ്പോർട്ടിംഗ് സ്ട്രൈക്കറായിട്ടും ചെയ്യാൻ പറ്റായിക ഒന്നുമില്ല എന്നൊരവസ്ഥയിൽ നിന്ന് അതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു വല്ലാത്തൊരു വിധിയിലേക്ക് തള്ളപ്പെട്ടു പോയ ഒരു മനുഷ്യരാണ്. അപ്പോൾ ഈ വരാൻ പോകുന്ന ലോകകപ്പ് അദ്ദേഹത്തിന്റെ കൂടെയാണ്. എത്രമാത്രം കറന്റ് ബ്രസീലിയൻ സ്ക്വാഡിന് അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റും എന്നറിയില്ല. കാരണം ഈ അടുത്തൊരു അഭിമുഖം കണ്ടു, അതിൽ പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. 2022 ലോകകപ്പിൽ മെസ്സിക്ക് വേണ്ടി അർജന്റീന എങ്ങനെ നിന്നു അതുപോലെ നെയ്മറിന് വേണ്ടി നിൽക്കണം. കാരണം അത്തരത്തിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ അവിടെ വല്ലാത്തൊരു കോച്ച് വന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്, കാർലോ ആൻസെലോട്ടി. നോക്കൌട്ട് ടൂർണമെന്റിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് റയൽ മാഡ്രിഡ് ആരാധകർക്കെങ്കിലും അറിയാം. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു കോച്ച്, വിനീഷ്യസ് ജൂനിയർ, റഫീഞ്ഞ, നെയ്മർ, കുഞ്ഞ, അങ്ങനെ അനവധി താരങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ പ്രതിഭാസമ്പന്നമായ ഒരു ടീം, നല്ല സ്ക്വാഡ് ഡെപ്തുള്ള, ഈവൻ അർജന്റീനയേക്കാളും കൊളംബിയയേക്കാളും ഉറുഗ്വേയേക്കാളും സ്ക്വാഡ് ഡെപ്തുള്ള ഒരു ടീം ഉണ്ടായിട്ട് പോലും വരാൻ പോകുന്ന ലോകകപ്പിൽ ബ്രസീലിന്റെ സാധ്യതകൾ എന്താണെന്ന് ചോദിച്ചാൽ ആരാധകർ പോലും ഒന്ന് നെറ്റി ചുളിക്കും. പക്ഷെ അതിൽ നിന്നെല്ലാം കയറി വരാൻ പാകത്തിന്റെ ഒരു സെൽവാക്ക്
ആ ഒരു ടീമിന് പകരണമെങ്കിൽ അത് നെയ്മർ ജൂനിയർക്ക് കഴിയുമെന്നാണ് നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പോൾ പോർച്ചുഗൽ, അർജന്റീന, ബ്രസീൽ എന്നീ 3 ടീമുകളോടൊപ്പം സ്പെയിൻ എന്ന ടീമിൻ്റെയും കൂടി ഒരു പരിധിവരെ നമ്മൾ ലോകകപ്പ് സാധ്യതകളെ കുറിച്ച് സംസാരിച്ചു. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തൊരു വീഡിയോയിലോ അടുത്തൊരു അവസരത്തിലോ സംസാരിക്കാം. പക്ഷേ പറഞ്ഞു വരുന്ന വേറെ ഒന്നല്ല, വരാൻ പോകുന്ന ലോകകപ്പ് എത്ര കണ്ട് യമാലിൻ്റെയോ എംബാപ്പയുടെയോ ഹാളൻഡിൻ്റെയോ വേറെ ഏത് പ്ലെയറിൻ്റെയോ ആയിക്കോട്ടെ, ഡെംബേലയുടെയോ ആരുടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ലോകത്തിന് മൊത്തം അങ്ങനെ തന്നെ ഇരുന്ന് കാണാം, അവരെ പ്രതീക്ഷിച്ചിരുന്ന് കാണാം, അവരെ മാത്രമായിട്ടിരുന്ന് കാണാം. പക്ഷേ ഫുട്ബോൾ ലോകം ഒരു പരിധിവരെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും വരാൻ പോകുന്ന ലോകകപ്പും ആഘോഷിക്കാൻ പോകുന്നത് മെസ്സിയുടെ, ക്രിസ്ത്യാനോയുടെ, നെയ്മർ ജൂനിയറിൻ്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും. നന്ദി.